എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ ആത്മാവ് ഐശ്വര്യമായി കർത്താവ് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരും മാനിക്കട്ടെ. ദൈവം നമുക്ക് കാലാവസ്ഥകളെ അനുകൂലമാക്കി തന്നു. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ ഒരു ജില്ലയ്ക്കും ഒന്നും റിപ്പോർട്ട് കൊടുക്കാതെ യെല്ലോയോ അല്ലെങ്കിൽ ഓറഞ്ചോ റെഡോ ഇല്ലാതെ നല്ല കാലാവസ്ഥകളായതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. എങ്കിലും അവർ പലർക്കും ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ദൈവം അതിനു വേണ്ടിയുള്ള സാധ്യതകളെ ഒരുക്കി ഉയർത്തട്ടെ എന്ന് നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം മാനിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമുക്ക് രാവും പകലും ദൈവസന്നെ ഇടുമെന്ന് പ്രാർത്ഥിക്കുവാൻ മധ്യ ചെയ്യുവാനൊക്കെ കൃപ ചെയ്തല്ലോ. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വെളിപ്പാട് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച ദൈവശബ്ദം ദൈവമക്കളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നയിൽ പിരിയാം. യെശയ്യാപ്രവാചന പുസ്തകം 51 അധ്യായത്തിൻ്റെ 12 വാക്യം. ഐശയ്യാ ചാപ്റ്റർ 51 വേഴ്സസ് 12, 51 വാക്യം പ്ലീസ്. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. ഞാൻ എന്ന വാക്കിട്ടിട്ട് ഒരു കോമ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്നുകൂടി എംബസൈസ് ചെയ്യാൻ പറയുന്നു. ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കോമ ഇട്ട ശേഷം പറയുന്നു നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്ന വാക്ക്. ഞാൻ എപ്പോഴും പറയുമ്പോൾ ഈ അബ്രിവേഷൻ അല്ലെങ്കിൽ കുത്തിനും കോമയ്ക്കുമൊക്കെ വിശുദ്ധ തിരുവചനത്തിനകത്ത് വളരെ അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വചനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ചിലർക്കൊക്കെ ഇൻവെർട്ട് കോമ ഇട്ടിട്ടുണ്ട്, സിംഗിൾ ഇൻവെർട്ട് കോമ ഇട്ടിട്ടുണ്ട്, ഡബിൾ ഇൻവെർട്ട് കോമ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ആ വിഷയത്തെ എംബസൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ മറ്റൊരു വ്യക്തി ഏറ്റെടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിന് കൊട്ടേഷൻസ് എന്ന് വേണ്ടി കാണിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് ആ പദത്തിൻ്റെ ഒരു വെളിപ്പാട് പറയാൻ അല്ലെങ്കിൽ നിയോഗം പറയാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്ന വാക്കിട്ടിട്ട് ഒരു കോമ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകാതിരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാനും അല്ലെങ്കിൽ മറ്റൊരു അടുക്കലേക്ക് അവരെ ശബ്ദം കേൾക്കാൻ വെയിറ്റ് ചെയ്യാതെയും ഒരുവനിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് ഒന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്താനുമാണ് ഞാൻ തന്നെ എന്ന വാക്ക് അവിടെ പരിശുദ്ധാത്മാവ് വളരെ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിക്കുന്ന വാക്ക്. ഇന്ന് രാവിലെ നമുക്കറിയാം വിശുദ്ധ വചനത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22 അധ്യായത്തിൽ 21 വാക്യം വരെയുള്ള ആദിയിൽ എന്ന് തുടങ്ങി ആമേൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ ഭാഗം വരെയും അല്ലെങ്കിൽ ഈ മുഴുവൻ പുസ്തകത്തെയും ഇഹംപ്രദം മുഴുവനുമായി നാം വായിച്ച് പഠിക്കുകയും അതിൻ്റെ വെളിപ്പാടുകൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആശ്വാസത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കൂ. നമുക്ക് ആദി ഉണ്ടാകാൻ അല്ലെങ്കിൽ ആവേശമുണ്ടാകാനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഈ വചനം തണുപ്പിക്കുന്ന അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന, പ്രതീക്ഷ തരുന്ന, പ്രത്യാശ തരുന്ന, ജീവിക്കുവാൻ കൊതി തോന്നിപ്പിക്കുന്നതാകുന്നു വിശുദ്ധ തിരുവചനത്തിൻ്റെ വിശേഷതകളും അതിൻ്റെ പ്രത്യേകതകളും. നമുക്കറിയാം ടിബറ്റിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവദാസൻ ഒരു ദൈവദാസൻ്റെ അല്ലെങ്കിൽ സാധു സുന്ദർസിംഗിൻ്റെ പോക്കറ്റിനകത്ത് ഒരു ബൈബിൾ വാക്ക് കിടന്നു. അത് താൻ യാത്ര ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് ഒരു ബൈബിളിൻ്റെ ഭാഗം കീറിക്കിടന്നു. അത് അയ്യോ ഇത് ബൈബിളാണല്ലോ, ബൈബിൾ വാക്യമാണല്ലോ എന്ന് ഓർത്തിട്ട് ആ പേപ്പർ എടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് പോയപ്പോൾ മന്ത്രവാദി മന്ത്രം ചെയ്തപ്പോൾ പോക്കറ്റിൽ കിടക്കുന്ന വചനത്തിൻ്റെ താള് അത് ഒരു പവറായി, അതൊരു ഷീൽഡായി, അതൊരു സ്തോത്രം എന്തോ പരിചയമായിട്ട് നിൽക്കുന്ന കണ്ടു. അപ്പോൾ മന്ത്രവാദി ചോദിച്ചു, നിൻ്റെ പോക്കറ്റ് എന്താ കിടക്കുന്നത്? അദ്ദേഹം മറന്നുപോയി, സാധു സുന്ദർസിംഗ് മറന്നുപോയി. എന്നാൽ താൻ ആ പോക്കറ്റ് നോക്കിയിട്ട് എടുക്കുമ്പോഴാണ് കീറിക്കിടന്ന ഒരു പേപ്പർ, ബൈബിളിൻ്റെ ഒരു വാക്ക് താൻ എടുത്ത് പോക്കറ്റ് ഇട്ടു എന്ന ആ വാക്യം പോലും സാത്താന്
ആമേ തന്നെ തൊടാൻ പറ്റാത്ത ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ ആമേ നമ്മുടെ കയ്യിരിക്കുന്ന വിശുദ്ധ വചനം, നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് ഒരു പ്രാവശ്യം കൂടി ഈ പ്രാർത്ഥനയെ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും നമുക്ക് തണുപ്പും ആവേശവും തോന്നുന്ന മേഖലയായിരുന്നു. സ്തോത്രം. ഒരിക്കൽ ആമേ സ്തോത്രം മാർത്ത വന്നു പറഞ്ഞു, കർത്താവ് നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടം വരത്തില്ലായിരുന്നു, നീ വന്നിരുന്നുവെങ്കിൽ നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ വേദന വരത്തില്ലായിരുന്നു, അപ്പോൾ നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കരച്ചിൽ വരത്തില്ലായിരുന്നു, നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ദുഃഖം വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ്, ആശ്വാസം കുറഞ്ഞിട്ടില്ല, ആമേ സ്തോത്രം, നിങ്ങളുടെ പ്രവൃത്തിക്ക് ആമേ സബലത വരാതിരിക്കത്തില്ല, ഇപ്പോഴും നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ വാക്ക്. അപ്പോൾ ഇപ്പോഴും നാം ആശ്വാസം മാറിയിട്ടില്ലെന്നാണ്, ഇപ്പോഴും നമ്മുടെ കഷ്ടതയ്ക്ക് സൊല്യൂഷൻ പരിഹാരമുണ്ടെന്നാണ്, ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നാണ്, നമ്മുടെ ഏത് കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും പുറകിൽ ഒരു അത്ഭുതമുണ്ടെന്നാണ്. കരമൊന്ന് ഉയർത്തി പറയാമോ? ഇപ്പോഴും വിശ്വസിച്ചാൽ ആശ്വാസം തരാൻ, ഇപ്പോഴും വിശ്വസിച്ചാൽ അത്ഭുതം ചെയ്യാൻ, ഇപ്പോഴും വിശ്വസിച്ചാൽ അനുഗ്രഹം തരാൻ തക്കവണ്ണം എന്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. കരമുയർത്തി ഹല്ലേലൂയ ഉറക്കെ പറയാമോ? നമ്മുടെ കർത്താവിന് ഇപ്പോഴും അത്ഭുതം ചെയ്യാൻ തക്കവണ്ണം കർത്താവിന് കുറവ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കാം, നമ്മുടെ കർത്താവ് വയസ്സായോ? യൗവനത്തിലാണ് ആവേശം, വയസ്സാകുമ്പോൾ ആവേശം ആണോ ആൻറ്റി? നമ്മുടെ കർത്താവ് വയസ്സായോ? കർത്താവ് പറഞ്ഞു, പണ്ട് ഞാൻ ഉയർപ്പിക്കുമായിരുന്നു, പണ്ട് ഞാൻ ആശ്വസിപ്പിക്കുമായിരുന്നു, പണ്ട് ഞാൻ അത്ഭുതം ചെയ്യുമായിരുന്നു, ഇപ്പോൾ കുറച്ച് വർഷമായതുകൊണ്ട് ഞാനിപ്പോൾ അത് കുറച്ച് വച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം വേറെ വല്ല പരിഹാരം നോക്കാൻ തക്കവണ്ണം ദമനദൈവം പറഞ്ഞില്ല. നമ്മുടെ കർത്താവ് വയസ്സായോ ആൻറ്റി? അല്ല, നമ്മുടെ കർത്താവ് ഇപ്പോഴും അത്ഭുതം ചെയ്യാൻ ആവേശം കാണിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മൾ വയസ്സായി, നമുക്ക് പരിമിതികൾ വെളിപ്പെട്ടു, പക്ഷേ യുവത്വം തുളുമ്പി നിൽക്കുന്ന മഹാകർത്താവിൻ്റെ ആ യുവത്വത്തിൽ നിന്നുകൊണ്ട് തരുന്ന ആശ്വാസവും കോൺഫിഡൻറ്റും എന്ന് പറഞ്ഞ കാര്യം ഭയങ്കരമാണ്. നമുക്കറിയാം, നമ്മൾ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് പറയും, മമ്മി നോ പ്രോബ്ലം, ഡാഡി നോ പ്രോബ്ലം, ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉറപ്പും സന്തോഷം പോലെയാണ് യുവത്വം തുളുമ്പി നിൽക്കുന്ന യേശു കർത്താവ്. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്നും യുവാക്കളായി മഞ്ഞുപോലെ നിൽക്കുന്ന 33കാരനായ യേശു ക്രിസ്തു നമ്മുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഡോണ്ട് വറി കേട്ടോ, ഞാൻ നിന്റെ കൈക്ക് പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കാൻ തക്കവന് കഴിവുള്ള ഒരു യേശു നമുക്കുള്ള കാലം അത്രയും നമ്മുടെ ആശ്വാസത്തിന് ഒരിക്കലും പരിമിതി വരുന്നില്ല. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ ഇന്ന് രാവിലെ വായിച്ച വചനത്തിൻ്റെ വെളിപ്പാടിന് ഒന്ന് ആത്മാവിൽ ആക്കം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്തോത്ര. ഒന്നുകൂടി ആ വാക്ക് വായിക്കാം. 50-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്ക്, 4-ാമത്തെ വാക്ക്, 54-ാമത്തെ വാക്ക്. തളർന്നു പോയി. പലപ്പോഴും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? തളർച്ച വന്നിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചു തരാമോ? പെട്ടെന്ന് 1-2 ചിന്ത ഒന്നിട്ടിട്ട് ഞാൻ ഇതിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ തളർന്നു പോയി. 4-ന്റെ 4-ാമത്തെ വാക്യം. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. അടുത്ത വാക്യം. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? അടുത്ത വാക്യം. നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? അടുത്ത വാക്യം. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളോ? നോക്കൂ, നീ തളർന്ന കയ്യെ ശക്തീകരിച്ചു, കുഴയുന്ന മുഴങ്കാലിനെ ബലപ്പെടുത്തി. നിന്റെ വാക്ക് അനേകർക്ക് ആശ്വാസമായിരുന്നു, നീ അനേകർക്ക് സന്തോഷമായി മാറുന്നേ. പക്ഷെ നിനക്ക് അല്പം ഒരു പ്രയാസം വന്നപ്പോൾ നിനക്ക് ഒരു തളർച്ചയും ക്ഷീണവും ഒക്കെ വന്നു. ഓർത്തു നോക്കുക, നിർദോഷിയാൽ നശിച്ചവനാർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ഞാൻ നിങ്ങൾക്കും ആ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കൊടുക്കണം. നിർദോഷിയായി നശിച്ചവൻ ആർ? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ദൈവസഭയോട്, ദൈവജനത്തോട്, ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവൻ ഞാൻ പറയാ, ദൈവത്തിന് വേണ്ടി നിന്ന
ചെയ്യുന്നവരെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്നവർ ഒരിക്കലും തളർന്നു പോയിട്ടില്ല, ഒരിക്കലും മുടിഞ്ഞു പോയിട്ടില്ല, ഒരിക്കലും ക്ഷീണിച്ചു പോയിട്ടില്ല, ഒരിക്കലും അന്യപ്പെട്ടു പോയിട്ടില്ല. അവർ ആവേശത്തോടെ ഉയർച്ച പ്രാപിച്ചിട്ടേ ഉള്ളൂ. കരമടിച്ചെന്ന് പറയാം, ദൈവമേ, അവൻ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയി, അവൻ നിർദോഷിയായി എവിടെ നശിച്ചു പോയി. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാ, അങ്ങനെയെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കുന്നവൻ എന്റെ അടുക്കലുണ്ട്, എന്നെ താങ്ങുന്നവന്റെ അടുക്കലുണ്ട്, എന്നെ ഉയർത്തുന്നതിന്റെ അടുക്കലുണ്ട്, എന്റെ ബലഹീനതയിൽ ബലം പകർന്നു കർത്താവിന്റെ അടുക്കലുണ്ട്. ആ ദൈവം മരിച്ചിട്ടില്ല. ആ ദൈവം എന്നെ താഴ്ന്ന ഉയർത്തി ആദരിപ്പാൻ തക്കത് എന്റെ ദൈവം വിശ്വസ്തന ദൈവമാണ്. രക്തത്താലും ചെയ്യാം. സ്തോത്രം. അതുകൊണ്ട് ദൈവം വിളിച്ചത് തളരാനല്ല, ഉടയാനല്ല, നശിക്കാനല്ല. നമ്മുടെ ദൈവം ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മൾ ബലപ്പെട്ടാണ് ജീവിക്കുക. സ്തോത്രം അല്ലേ? ഒരു സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമ്മൾ പറയാം, പാസ്റ്റേ ചിറകൊടിയുന്ന പോലെ തോന്നുന്നുണ്ട്, ചിറകിൻ്റെ തൂവലുകൾ കൊടിയുന്ന പോലെ തോന്നുന്നുണ്ട്, ഇനി എന്ത് സംഭവിക്കാൻ പോകുന്ന ഒരു പിടുത്തമില്ല, എന്തൊക്കെ സംഭവിക്കുമെന്നോ എനിക്ക് ഒരു അറിവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇന്ന് രാവിലെ ഈ ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്താൻ എൻ്റെ കയ്യിൽ തന്ന വചനമനുസരിച്ച് ഞാൻ ഓർപ്പിക്കുന്ന വാക്ക്, ആമേ, നിർദോഷിയായി നശിച്ചവൻ ആർ? ആ ചോദ്യം നിങ്ങൾ മറുകൊടുക്കണം. ആരെങ്കിലും നശിച്ചിട്ടുണ്ടോ? നേരുള്ളവർ എവിടെയും മുടിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും മുടിഞ്ഞു പോയിട്ടില്ല. വചനം പറ, നേരോടെ നടക്കുന്നവന്, നിങ്ങൾ ബാക്കി പറ, ഒരു നന്മയ്ക്കും, പറഞ്ഞേ, ഒരു നന്മയ്ക്കും മുടക്കം വന്നിട്ടില്ല. ദൈവം ഒരു മുടക്കം കൊടുത്തിട്ടില്ല, ഒരു കുറവ് വരുത്തിയിട്ടുമില്ല. ദൈവത്തിന് മുമ്പാകെ അത് വിശ്വസിക്കണം. എങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ വചനത്തിൻ്റെ ഒരല്പം ആഴത്തിലേക്ക് നമുക്ക് അതൂതിലേക്ക് പ്രവേശിക്കാം. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് വാക്ക്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം നമുക്കറിയാമെങ്കിലും ഒന്ന് റിമാൻഡ് ചെയ്യുന്നു. ഞാൻ എന്ന പദത്തിന് വിശുദ്ധ ബൈബിളിനകത്ത് മറ്റാർക്കും അവകാശപ്പെടാത്ത ഒരു ഞാനാണ് ഞാൻ. അതാരാ? യഹോവയാ ദൈവം. ആ ദൈവത്തിന് മാത്രമേ ഞാൻ എന്ന പദം പറയാണ്ട പെർമിഷൻ ഉള്ളൂ. അല്ല, അവൻ ആ ഞാൻ എന്ന വാക്ക് പറഞ്ഞെങ്കിലേ ഞാൻ ആകത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയും ചെയ്തു, ഇന്നലെയും പറഞ്ഞു, എപ്പോഴും പറഞ്ഞൊരു വാക്കാകുന്നു, കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കണ്ണ് തുറന്ന് സൂര്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? നട്ടുച്ചയ്ക്ക് ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കൽ പോലും ത്രാണിയില്ല. ആ വ്യക്തി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവം പറഞ്ഞു ഞാനെന്ന് പറഞ്ഞാൽ അവന് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഒരടി നടക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത നമ്മൾ ഞാനെന്ന് പറഞ്ഞാൽ വല്ലു നടക്കുമോ? ഒരു സ്റ്റെപ്പ് നടന്നാൽ കിതച്ചു പോകും. ആ കിതയ്ക്കുന്ന നമുക്ക് ഞാൻ എന്ന് പറയുന്ന അവകാശമുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ ഞാൻ എന്ന് പറഞ്ഞ വാക്ക് പറയാൻ അവകാശമുള്ളത് സ്വർഗത്തെ ഉണ്ടാക്കി, ഭൂമി ഉണ്ടാക്കി, അഖിലാണ്ട ചരാചരങ്ങളെ മുഴുവനും തൻ്റെ നാവിൻ്റെ ശബ്ദത്താൽ ഉണ്ടാക്കപ്പെട്ട യഹോവയ്ക്ക് മാത്രമേ ഞാൻ എന്ന പദം പറയാൻ പറ്റൂ. ആ ദൈവം പറഞ്ഞു ഞാൻ തന്നെ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന പറഞ്ഞാൽ അവൻ മറ്റാരെ ആശ്വസിപ്പിക്കുന്നതിനേക്കാളും എത്രയോ 1000 മടങ്ങ് ഒരു ആശ്വാസം എൻ്റെ ദൈവം ചെയ്യുമെങ്കിൽ ഈ രാവിലെ കരം തട്ടി പറയാമോ? അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെയാണ്. രണ്ടാമത്തെ വാക്കല്ല, അത് ഒറ്റ വാക്കാണ്. ഞാൻ തന്നെ നിങ്ങൾ ആശ്വസിപ്പിക്കുന്നവനെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ ആശ്വാസം കണ്ടെത്തിക്കൂടാ? ആ ആശ്വാസത്തിൽ ആമേ പറഞ്ഞുകൂടാ? ആശ്വാസം വിശ്വസിച്ചുകൂടാ? ആ ദൈവം തന്നെ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഈ ആശ്വാസം എല്ലാവർക്കും ആശ്വാസം വേണമെന്ന് ഞാൻ പറയുന്നില്ല. ആശ്വാസം വേണമെന്നവർക്ക് ആശ്വാസം കർത്താവ് കൊടുക്കും. ഞാനതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് പുറകിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ പ്രായം, 99 വയസ്സുകാരൻ ഒരിക്കൽ പോലും എന്ത് ചെയ്യത്തില്ല, പോസിറ്റീവ് കാര്യം പറയാൻ തുനിയാറില്ല. എപ്പോഴും എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അല്ലേ അച്ഛാ? അങ്ങനെയല്ലേ? ഇപ്പോഴേ നമ്മൾ പലപ്പോഴും പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. വയസ്സ് എത്രയായി? പറ അച്ഛാ. 99. വയസ്സ് എത്രയായി? അനി പറ, വയസ്സ് എത്രയായി? ഇത്രയായുള്ളൂ.
ഇത്ര വയസ്സായപ്പോൾ നമ്മൾ പറയും ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 52 വയസ്സായേ ഉള്ളൂ, എന്നാലിപ്പം പറയുന്നത് തോന്നുന്നില്ല എങ്ങനെയാണ് പാസ്റ്റർ മുമ്പോട്ട് പോകുന്ന കാര്യം ഒരു പിടുത്തമില്ല. സ്തോത്രം. നമ്മൾ പറയുക ഇത്രയും ആയുള്ളൂ പാസ്റ്ററെ, അപ്പോൾ അതുകൊണ്ട് ഒരു പിടുത്തമില്ല. ഇങ്ങനെ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ നാളെ എന്താകും ഒരു പിടുത്തം. പക്ഷേ ഇന്ന് രാവിലെ ദൈവം പറയുന്നു വചനത്തിൽ കൂടെ 99 വയസ്സ് പ്രായമുള്ള അബ്രഹാമിൻ്റെ 99 വയസ്സ് പ്രായമായപ്പോൾ ഒരു ആശ്വാസ വാക്ക് പറയാൻ തക്കൻ ആരിറങ്ങി വരികയാണ്? യഹോവ ഇറങ്ങി വരികയാണ്. ഓർത്തോണം, ആ പദത്തിൻ്റെ ശക്തി ഓർത്തോണം. അപ്പോൾ 99 വയസ്സാകുമ്പോൾ ആര് വരണം വച്ചാ? യഹോവ വരണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ എപ്പോഴും നെഗറ്റീവ് പറയുന്ന സമയമാണ്. എത്ര വയസ്സ് കഴിയുമ്പോൾ? പറ റോമശിച്ചാൻ പറയാച്ച. നമ്മൾ എപ്പോഴും നെഗറ്റീവ് വാക്ക് പറയാൻ ആ സമയം ഏറ്റവും കൂടുതൽ വരുമോ, വരാൻ പറ്റുമെന്ന്. പണ്ടാണെങ്കിലോ എപ്പോൾ വരണമെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയും. ഏതൊരു 50 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ പറയും പറയാച്ച ഒരു പിടുത്തം നോക്കാം എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻ്റായി വാക്ക് പറയത്തില്ല. നമുക്കെപ്പോഴും ഒരു സംശയത്തിൻ്റെ ശബ്ദം മാത്രമേ പറയാൻ പറ്റൂ. നെഗറ്റീവ് വേഴ്സ് പറയുന്ന സമയമാണ് 50 വയസ്സ് കഴിയുന്ന സമയത്തല്ല. 99 വയസ്സുകാരൻ്റെ ശബ്ദം നിങ്ങൾക്ക് ബോധ്യപ്പെടണം, അല്ലേ? വായിച്ചേ, 99ാമത്തെ വയസ്സായിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഞാൻ ആ വാക്ക് പറയണം, ഞാൻ നീക്ക് 99 വയസ്സായെങ്കിലും എനിക്ക് അതിനെക്കാട്ടും പ്രായമുണ്ട്, അല്ലേ? എൻ്റെ ദൈവത്തെ എത്ര പ്രായമുണ്ട്? 99. ആയിരക്കണക്കിന് 99 കൂട്ടിയാൽ പോലും എൻ്റെ ദൈവത്തെ അനാദിയായ ദൈവവും ശാശ്വതവാസിയുമെന്നാണ് 90 സംഗീതവാക്കാണ്. നമ്മുടെ ദൈവം അനാദ്യ ദൈവമാണ്, അവൻ ശാശ്വതവാസി ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ഈ അഖിലാണ്ട കടാകത്തിനെ നിർമ്മിക്കുകയും അടിസ്ഥാനമിടുന്നതിനും യുഗങ്ങളുടെ പാറയെന്നാണ്, യുഗങ്ങളുടെ ദൈവമെന്നാണ്. അപ്പോൾ ഈ വലിയ പഴക്കവും തഴക്കമുള്ള ദൈവത്തിൻ്റെ പ്രായം നോക്കിയാൽ ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ബ്രെയിനിന് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ദൈവം പറഞ്ഞ വാക്കാണ്, ഞാൻ സർവ്വശതീയമാണ്. നിനക്ക് 99 വയസ്സായാലും അപ്പം നീ നെഗറ്റീവ് വേഴ്സ് പറയാൻ നിന്റെ വാ തുറക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ആ നെഗറ്റീവ് വേഴ്സ് പറയാതെയും പ്രത്യാശയുടെ പദം പറയാൻ തക്കവണ്ണം നീ വിശ്വസിക്കണം. അവരകാമേ നിന്നേക്കോളം തഴക്കമുള്ള പ്രായമുള്ള ഞാൻ നിന്റെ ദൈവമായതുകൊണ്ട് ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. സോത്ര. അപ്പോൾ അവിടെ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള. അപ്പോൾ ഈ വാക്ക് ഞാൻ തന്നെ എന്ന വാക്ക്. അപ്പോൾ നമ്മുടെ ദൈവം ആരാ? സർവശക്തിയുള്ള ദൈവം പറയുന്നു ഞാൻ തന്നെ, ആ വാക്ക്. അപ്പോൾ അബ്രഹാമിനോട് പറയുന്നു, ഡോണ്ട് വറി, ഞാൻ തന്നെ, ഞാൻ ആക്കുന്നവൻ ഞാൻ. നമുക്കത് വാക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ സർവശക്തിയുള്ള ദൈവമായ യഹോവയാണ്. അടുത്ത വാക്യം വായിച്ചോ. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. നിന്നെ 99ാമത്തെ വയസ്സിൽ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കേണ്ട അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിന്നെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാൻ? ഇനിയാണ് നിന്റെ ജീവിതം തുടങ്ങുന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ ആൻറ്റി? ഒന്ന് പറ. നമ്മൾ പറയാം പാസ്റ്റർ കപ്പയും മീനും കഴിക്കുന്ന ആഗ്രഹം, ഷുഗർ ഉള്ളതുകൊണ്ട് തമ്പുരാൻ ഷുഗർ മാറ്റിയിട്ട് നിനക്ക് കപ്പയും മീനും നിനക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ. അപ്പോൾ പറയാം, കർത്താവ് പണ്ട് കഴിക്കാൻ പറ്റാത്തതല്ല ഇപ്പോൾ എന്ത് ചെയ്യുക? നമുക്കൊരു പാസ്റ്റർ ഉണ്ട്, അദ്ദേഹം അമേരിക്ക കാലിഫോർണിയ കഴിഞ്ഞ ദിവസം പോയി. പുള്ളി എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഫോട്ടോ എടുത്ത് പുള്ളി എന്ത് ചെയ്തു? അപ്പോഴപ്പോഴ അപ്ലോഡ് ചെയ്യും, എന്ത് കഴിച്ചാലും. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ അതുവരെയും താൻ പല പാഷനകത്ത് കഷ്ടപ്പെട്ട് ദുഃഖിച്ച് നല്ല ആഹാരം കഴിക്കാതെ വലിയ ഭാരത്തിൽ താമസിച്ചതാണ്. ദൈവം തലമുറകളെ ഒരാണും ഒരു പെണ്ണും ദൈവം കൊടുത്തു. അവർ രണ്ടുപേര് ദൈവം അമേരിക്കയിൽ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ആ ദേവദാസൻ ദാസിയും കടന്നുപോയി. അദ്ദേഹം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ പുള്ളി വീഡിയോ എടുക്കും, എന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കും. മൊത്തം വീഡിയോ ഫ്ലൈറ്റ് കയറിയിരുന്ന ചിറകിൻ്റെ അടുത്താണ് ഇരുന്നത്. അവിടെ ഇരുന്ന് മൊത്തം എന്ത് ചെയ്യുക, മേഘത്തിൻ്റെ ഒക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന് പരിജ്ഞാനമൊക്കെ ദൈവം കൊടുത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനകത്തൊരു പാട്ടൊക്കെ എടുത്തിട്ട് ആ പാട്ടെടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും.
ആമേൻ. അതുകൊണ്ട് താൻ എന്ത് കഴിച്ചാലും എവിടെ പോയാലും എന്ത് ഉടുത്താലും എല്ലാം അപ്പോഴപ്പോഴാ ആമേൻ താൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ മനസ്സിലായി പുള്ളിക്ക് ഇപ്പോഴാണ് അദ്ദേഹത്തെ പ്രതാപകാലം ഉണ്ടോ സ്വോത്രം ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് തോന്നുന്നു പാസ്റ്റർ പെൻഷൻ വാങ്ങിയിട്ട് സെമിത്തേരി അടുത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ് നിങ്ങിട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ പ്രതാപം തുടങ്ങുന്ന സമയമാണ്. പറ, 99 വയസ്സുകാരൻ അബ്രഹാമിന് പറയുവാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട് കുഞ്ഞെ. ആമേൻ. നീ എന്നെ വിശ്വസിക്ക്, നിന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഇനിയാണ് കാര്യം ചെയ്ത വാക്ക്. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവൻ ഞാൻ സർവ്വശ ദൈവമാണ്. അത് നീ എൻ്റെ മുമ്പിൽ അവൻ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നീ നിന്നാ മതി. ഇനി 99-ാമത്തെ വയസ്സ് മുതലാണ് നിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത്. ഇതുവരെ നീ ഏകാന്തത അനുഭവിച്ചു, ഇതുവരെ ഒറ്റ അലഞ്ഞു, അകത്ത് നീ ആരുമല്ലതായി മാറി. പക്ഷെ എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ അബ്രഹാമിന് പറയുന്നു, ഞാൻ സർവ്വശ ദൈവമാണ്. അവിടെ ഞാനാകുന്നവൻ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ദൈവത്തെ അബ്രഹാമിന് പ്രവേശിപ്പിച്ചു കൊടുത്തു. അവിടെയാണ് അബ്രഹാം സ്ട്രോങ് ആയത്. അത് 17-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ. ഇനി 18-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിച്ച്. 18-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. എന്നിട്ട് ഞാൻ എന്ന് പറയുന്ന കർത്താവ് മമ്രെ തോപ്പിൽ ദൈവം പ്രത്യക്ഷമായി. അടുത്ത വാക്യം. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. നമുക്കറിയാം, കപ്പലിനെ ചവച്ചോ പരിപ്പട കഴിച്ചോ തൈല ഇട്ടോ അല്ലെങ്കിൽ കട്ടൻ ചായ കുടിച്ചോണ്ടൊക്കെ എന്ത് ചെയ്യാ, പുള്ളി ഇങ്ങനെ ചൊറിയും കുത്തിയൊക്കെ ഇരിപ്പുണ്ട്. തലേ ദിവസത്തെ ദൈവാത്മ പറഞ്ഞ വാക്ക് 99 വയസ്സുകാരന് എനിക്ക് ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തെ വന്ന വാക്കാണ്, വെയിലാറിയപ്പോൾ ക്ഷീണം അല്പം വന്നപ്പോൾ കട്ടൻ ചായം കുടിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാമിൻ്റെ അടുത്ത് 3 പുരുഷന്മാർ വരുന്നു. 3 പുരുഷന്മാർ വന്നിട്ട് താമെ കഴിഞ്ഞ ദിവസം പറഞ്ഞ 99-ന്റെ പ്രായം പറഞ്ഞ് ഉറപ്പിച്ച കാര്യത്തെ 99-ാമത്തെ വയസ്സ് വീണ്ടും താമെ പറയാൻ 2 പേരല്ല 3 പേര് അവിടെ ആക്കി. സ്തോത്രം ചെയ്യണം. ഞാൻ അവിടെ എൻ്റെ ആത്മീയ ധ്യാനത്തിൽ കിട്ടിയ വാക്ക് 17-ാം അധ്യായത്തിനകത്ത് ഞാൻ എന്ന വാക്ക് പറഞ്ഞപ്പോൾ താൻ റിസീവ് ചെയ്തു, അല്ലെങ്കിൽ ആമേൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ 18-ാം അധ്യായത്തിൽ 3 പേര് വന്നത്. പറഞ്ഞ വിഷയത്തെ വചനം പറഞ്ഞ വാക്ക് ഒരുവനേക്കാൾ. അപ്പൊ 2 പേര് പറയുന്ന കാര്യത്തിന് പറയാൻ ഉറപ്പാണ്. ഒരേ ദൂത് 2 പേര് പറയുന്നുവെങ്കിൽ ആ ദൂതിന് ഉറപ്പ് പ്രാപിച്ചുവെന്നാണ്. അപ്പൊ അബ്രഹാമിനോട് 2 പേരല്ല 3 പേര് വന്ന് എന്ത് ചെയ്യാം. അപ്പൊ ഇന്നലെ ഈ രാവിലെ ഓർത്തോണം, 17-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ യഹോവയ ദൈവം ഞാൻ എന്ന വാക്ക് പറഞ്ഞു. 18-ാം അധ്യായ വിഷയത്തിൽ വന്നപ്പോൾ പറയുന്നു, അതിനകത്ത് 3 പേരിൽ അതിനകത്ത് ഒരു വ്യക്തി യേശു ക്രിസ്തു എന്ന ആമേ പിതാവാം ദൈവത്തിന്റെ ഓമന കുമാരന ക്രിസ്തു എന്നാണ് ചിന്തകന്മാർ പറഞ്ഞ വാക്ക്. അങ്ങനെ 2 ദൂതനും ഒരു യേശുവും വന്നിട്ട് 2-ാമത്തെ പ്രാവശ്യം 3 പേരെ കൊണ്ട് ആ വിഷയത്തെ ഉറപ്പിച്ച് അടുത്ത വർഷം 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുന്നു, ആമേ നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അത് ആമേ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു. 18-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ 3 പേരെ അയച്ച് ആ വിഷയം ഉറപ്പിച്ചു. അടുത്ത വർഷം ഈ സമയമായി മാറുമ്പോൾ എന്ന സ്പെസിഫൈ ചെയ്ത് വ്യക്തമായുള്ള ഒരു അരുളപ്പാട് കൊടുത്തു വിട്ടു. ഈ രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ആമേൻ, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്ന വാക്ക് പറയാൻ ദൈവത്തിന്റെ ദൂതന്മാരെയും യഹോവ ആദ്യം ഇറങ്ങി പിന്നെ യേശുവിനെ ഇറക്കി കൂടെ ദൂതന്മാരെ ആക്കി വെച്ച് ആ വിഷയം സ്ഥാപിച്ചുവെങ്കിൽ ഈ മാസത്തിന്റെ 11-ാം ദിവസം കരമടിച്ചു ആത്മാവിൽ പറയാം, ദൈവമേ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ ദൂതന്മാരെ അയക്കുന്നതിന് മുമ്പ് യേശുവിനെ കർത്താവ് കൊണ്ടുവന്നു. പിതാവ് ദൈവന്റെ അടുക്കൽ വന്നു. പിതാവ് ദൈവത്തെ പുത്രൻ യേശുവിനെയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച് ഉയർത്തി എന്നെ അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് പ്രസാദമാണെങ്കിൽ എന്നോടുള്ള അവിടുത്തെ വിശ്വസ്തത എന്ന് മാത്രം വലുതാണ്. കരങ്ങളെ അടിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പറയാം, ആമേൻ, എന്റെ ദൈവം പറയുന്നു, അതെ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. ഇപ്പോൾ അബ്രഹാമിൻ്റെ അകത്ത് എന്ത് വന്നു? ആശ്വാസവും ധൈര്യവും പ്രത്യാശയും മൊത്തം വന്നു. ആര് വന്നു? 17-ാം അധ്യായത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു, യഹോവ പറഞ്ഞു. 18-ാം അധ്യായത്തിൽ 3 പേര് ഒന്ന് എന്ത് ചെയ്യുക ഒരുപോലെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അടുത്ത വർഷം
അപ്പോഴേക്കും അബ്രഹാം എത്ര വയസ്സാകും? 100 വയസ്സാകും അല്ലേ? 100 വയസ്സാകും. അപ്പോൾ 100 വയസ്സായപ്പോൾ അബ്രഹാമിന് എന്ത് വന്നു പറഞ്ഞേ? ഒരു തലമുറയുടെ അന്തരീക്ഷം വന്നല്ലേ? വന്നല്ലോ. അപ്പോൾ തലേ ദിവസം 99ാമത്തെ വയസ്സിൽ എന്ത് കിട്ടി? അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ വയസ്സിനകത്തേക്ക് നമ്മുടെ പേരിടാം. അപ്പോൾ എൻ്റെ പ്രായം എനിക്കറിയാം, നിങ്ങളുടെ പ്രായം നിങ്ങൾക്കറിയാം. എന്നിട്ട് പറയാം, കർത്താവേ 99 വയസ്സുകാരൻ്റെ അടുക്കൽ വന്ന് ആവലാതിയുടെ വാക്ക് പറയാതിരിക്കാനും ഉറച്ച വാക്ക് പറയിപ്പിക്കാൻ തക്കവണ്ണം ആശ്വാസം കൊടുത്തിട്ട് പോയി. 100ാമത്തെ വയസ്സെത്തിയപ്പോൾ ആ ദൂത് നിറവേറിയതുപോലെ എൻ്റെ ഇപ്പോഴത്തെ പ്രായം ഇതാണ്. നിങ്ങളുടെ പ്രായം മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. എന്നിട്ട് ആ പ്രായം വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്, എനിക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ ഇത്ര വയസ്സ് പ്രായമായി. എനിക്ക് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ എന്നോട് ഇന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു പൂർത്തീകരണം എനിക്ക് കാണണം. ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയാൻ കാരണം? ഒരു ആവലാതി വന്നാൽ, ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫങ്ഷൻസ് ഡിസോർഡർ എന്ത് ചെയ്യും? സംഭവിക്കും. ശരീരത്തിൻ്റെ ഫങ്ഷൻ ഡിസോർഡർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? രോഗത്തിന് വിധേയപ്പെടും. രോഗത്തിന് വിധേയപ്പെട്ട ദൂതിറങ്ങുമ്പോൾ നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല, അത് പ്രാപിക്കാൻ കാണുമെങ്കിലും അതിനകത്ത് അത്രമാത്രം കോൺഫിഡൻ്റ് ആകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ തലയോസം എന്ന് പറയുകയാണ്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി പറഞ്ഞാൽ വരുന്ന വാഗ്ദത്തം സഫിഷ്യൻ്റായിട്ട് അനുഭവിക്കാൻ, അത് സന്തോഷത്തെ അനുഭവിപ്പാൻ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ബലവും ആവശ്യമായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. ഞാൻ ഒരു ആത്മാവിൽ പറയാം, വാഗ്ദത്തം ഇറങ്ങുമ്പോൾ നമ്മൾ ബലഹീനനായി മാറിക്കഴിഞ്ഞാൽ, വാഗ്ദത്തം വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു കഴിഞ്ഞാൽ, വാഗ്ദത്തം വരും, പക്ഷെ ക്ഷീണം കൊണ്ട് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ പറയാം, ഞാൻ തന്നെ ആശ്വസിപ്പിക്കുന്നവരെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. തന്നെ ഉറപ്പിച്ചപ്പോൾ പിറ്റേ പ്രാവശ്യം ഇസഹാക്ക് ജനിച്ചു. പിറ്റേ വർഷം ഇസഹാക്ക് ജനിച്ചപ്പോൾ ഇസഹാക്കിനെ കയ്യിലെടുത്തു, ഇസഹാക്കിനെ പാലൂട്ടി വളർത്തി, ഇസഹാക്കിനെ കളിപ്പിച്ചു, ഇസഹാക്കിനെ കൂടി യാഗം കഴിപ്പിച്ചു, ഇസഹാക്കിനെ കൂടി വിവാഹം കഴിപ്പിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസഹാക്ക് നല്ല നന്മകൾ കാണാൻ ദൈവം ഭാഗ്യം കൊടുത്തല്ല, ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നുവെന്ന് 99ാമത്തെ വയസ്സ് ഇറങ്ങി വന്ന് പറഞ്ഞുറപ്പിച്ചത് കൊണ്ട് തൻ്റെ അകത്ത് ഒരിക്കൽ അലച്ചിലോ അസ്വസ്ഥ വരാതെ വണ്ണം ആത്മധൈര്യപ്പെട്ടു കരമടിച്ചു. രാവിലെ പറ, ദൈവമേ, ഈ പ്രാർത്ഥന ഉപവാസ ദിവസം എന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതകരമായ വ്യത്യാസം അയച്ച് ഒരു ആശ്വാസത്തിന്റെയും ഒരു പ്രത്യാശയുടെയും ഒരു ഉറപ്പ് ഇന്ന് രാവിലെ എനിക്ക് ആവശ്യമാണ്. അത് പ്രാപിച്ചാൽ വാഗ്ദത്തം വരുമ്പോൾ എനിക്ക് ബലവും ആരോഗ്യവും പ്രാപിച്ചു നിൽക്കാൻ പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യം, 42 അധ്യായമുള്ള യോബിന്റെ പുസ്തകം, 42 അധ്യായം പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നു. പക്ഷേ 1-ാമത്തെ അധ്യായം കഴിഞ്ഞ് 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെയുമാണ്. അത് താഴോട്ട് പോകുമ്പോൾ കണ്ണീരിൻ്റെ ആഴമാണ്. കടൽ പോലത്തെ കണ്ണീര് അനുഭവിച്ചു. പക്ഷേ അവിടെ ഒരു വാക്ക്, ഇതിലൊന്നും, ബാക്കി പറഞ്ഞ ഇതിലൊന്നും യോബ് ഒരിക്കൽ തളർന്നു പോയില്ല. കണ്ടോ ഇതിലൊന്നും യോബ് എന്തില്ല, തളർന്നു പോകാനോ കൂട്ടുകാർ വന്ന് തളർത്താൻ നോക്കിയിട്ട് അവിടെയും തളർന്നു പോകാതെ, ഭാര്യ തളർത്താൻ നോക്കിയിട്ട് അവിടെയും തളർന്നു പോകാനോ ഒന്നും പെടാതെ, തനിക്കറിയാം ഒരു നല്ല കാലം വരുമ്പോൾ എനിക്ക് ആരോഗ്യവും ആയുസ്സും ഉണ്ടെങ്കിൽ ആ നല്ല കാലത്തിൽ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് ഓരോ ഘട്ടങ്ങൾ ദൈവാത്മാ വെളിപ്പാട് കൊടുക്കും, സ്വപ്നം കൊടുക്കും, കാഴ്ചപ്പാട് കൊടുക്കും. എല്ലാ വിഷയത്തെക്കുറിച്ച് അറിവ് കൊടുത്തു, എല്ലാ വിഷയത്തെക്കുറിച്ച് ജ്ഞാനം കൊടുത്തു. ആ ജ്ഞാനാത്മാവ് കഷ്ടതയിൽ പ്രാപിച്ചതുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് ജ്ഞാനം, പക്ഷികളെക്കുറിച്ച് ജ്ഞാനം, ഇഴജന്തുക്കളെക്കുറിച്ച് ജ്ഞാനം, മനുഷ്യരെക്കുറിച്ച് ജ്ഞാനം, കൂട്ടുകാരെക്കുറിച്ച് ജ്ഞാനം, സമസ്ത വിഷയത്തെക്കുറിച്ച് കഷ്ടതയിൽ ജ്ഞാനം പ്രാപിച്ചു. ആ ജ്ഞാനം പ്രാപിച്ചിട്ട് തൻ്റെ മനസ്സ് ഉലഞ്ഞു പോകാതെ വണ്ണ തൻ്റെ ശരീരം തൊക്ക് ക്ഷയിച്ചു പോയെങ്കിലും തൻ്റെ ആത്മമണ്ഡലം ഒരിക്കൽ ക്ഷീണിച്ചു പോകാതെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് 42-ാമത്തെ വാക്യം വായിക്കുന്നത്, യോബ് വൃദ്ധനും കാലസമ്പൂർണമായി മരിക്കുന്നത് 140-ാമത്തെ വയസ്സിലാണ്. ആ 140-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെയും തൻ്റെ തലമുറ എമീമയുടെയും കെസിയുടെ ഹബുക്കിൻ്റെയും ആ നന്മ കാണാൻ ഭാഗ്യം കൊടുത്തു. അവരെ സൗന്ദര്യം ആസ്വദിച്ചു, അവരെ തലമുറ ഉയർച്ച കൊടുത്തു. കരമടിച്ചു പറയാമോ, ഒരു ആശുവാസം
വിശ്വാസം അകത്ത് വെളിപ്പെട്ടാൽ, ധൈര്യം അകത്ത് വെളിപ്പെട്ടാൽ എൻ്റെ ആരോഗ്യത്തിനോ എൻ്റെ ആയുഷിനോ ദോഷം വരികയില്ല. കരമടിച്ച് ആത്മാവിൽ പറയാം, ദൈവം ഞാൻ തന്നെ ആശ്വസിപ്പിക്കുന്നവർ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിച്ചതും നാം ആരാധിച്ച ദൈവ ശബ്ദം കേൾക്കുന്നതുമായ ഈ ദൈവ നിയോഗങ്ങൾ നാം പ്രാപിച്ചു പറ, യേശുവേ എന്നെ ആശ്വസിപ്പിക്കുന്നവർ എൻ്റെ അടുക്കലുണ്ട് എന്ന കാര്യമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം കൂടെ വായിച്ചരാമോ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം കൂടെ. ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. 430 വർഷത്തെ കഷ്ടവും ഇവിടെ നമ്മൾ വായിക്കും, 3-ാമത്തെ വായിക്കും, ഇസ്രായേൽ മക്കളുടെ കഷ്ടത ഞാൻ കണ്ടു, അവരെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്ന വാക്കാണ്. 430 വർഷത്തെ തീ പോലത്തെ കഷ്ടത, അത്രയും പുഴുപടയ്ക്കുമ്പോഴത്തെ വിഷമങ്ങൾ, ആഹാരത്തിനും വസ്ത്രത്തിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സഹിച്ചു. ഈ അയ്യം വിളിക്കുന്ന ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് ഒരു വ്യക്തി അയക്കുവാൻ തക്കവണ്ണം മോശയെ ദൈവത്തിൻ്റെ ആത്മാവ് തിരഞ്ഞെടുത്തു. നമ്മൾ ആ 1-ാം അധ്യായവും സ്തോത്രം, ഈ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും ഒക്കെ നമ്മൾ ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ 2-ന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചരാമോ? 2-ന്റെ 6-ാമത്തെ വാക്യം. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു, കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതൽ എന്ന് പറഞ്ഞു നോക്കണം. അവൾക്ക് അതിനോട് അലിവ് തോന്നി. നിങ്ങൾ ആ 1-ാമത്തെ വാക്യം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, അതിന്റെ 15-ാമത്തെ വാക്യം അത് വായിക്കാമോ? ശിപ്ര. എന്നാൽ മിസ്രൈം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതി കർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നു എങ്കിൽ ജീവനോടെ എത്രയോ എബ്രായ ബാലന്മാരെ കൊന്നു. എന്താ മോശെ കുഞ്ഞിനെ കൊല്ലാത്ത കാര്യം? മോശയെ കൊല്ലാത്ത കാര്യം അവന് ആശ്വാസം കൊടുക്കുന്ന, ധൈര്യം കൊടുക്കുന്ന, പ്രത്യാശ കൊടുക്കുന്ന ഒരു തലമുറയായി കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാൻ കഥ ആ വാക്ക് വായിപ്പിച്ചത്. ദൈവം നമ്മെ എന്തിനെ ശേഷിപ്പിച്ചത്? പറയാൻ എന്തിനെ ശേഷിപ്പിച്ചത്? മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനാണ് ദൈവം നമ്മെ കണ്ടത്. അതുകൊണ്ടാണ് എബ്രായ കുഞ്ഞുങ്ങൾ പല ആൺകുട്ടികളും മരിച്ചു വീണിട്ടും ദൈവം മോശയെ കൊല്ലാൻ വിട്ടുകൊടുക്കാത്ത കാര്യം അവൻ ആശ്വസിപ്പിക്കാനുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, നാം വായിച്ച 3:14 വാക്യത്തിൽ ദൈവത്തിൻ്റെ വാക്ക് കൊണ്ട് ഇസ്രായേൽ ജനത്തിന് കൊടുക്കാനും, ദൈവത്തിൻ്റെ വാക്ക് കൊണ്ട് ഫറവോന്റെ കയ്യിൽ കൊടുക്കാനും ദൈവം കണ്ട ഒരു ശ്രേഷ്ഠനായ മനുഷ്യനാണ്. ഭജനം പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ലോകം കണ്ടേച്ചു വെച്ച് ഏറ്റവും വലിയവനായ ഒരു മനുഷ്യനായിരുന്നു മോശ എന്നാണ്, വലിയ നേതാവ്. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് രാവിലെ ദൈവമക്കൾ പറയാം, എന്തുകൊണ്ട് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു? നമ്മൾ ദൈവത്തിന് മഹത്വം അറിയിക്കുവാനും ആ മഹത്വം ജാതികളുടെ ഇടയിലേക്ക് കൊടുപ്പാനുമായിട്ടാണ് നമ്മെ ആക്കി വെച്ച വാക്ക്. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, പക്ഷേ പിന്നെ നമുക്ക് എന്തിനാ ഇത്രയും പ്രശ്നം നമുക്ക് വരുന്ന കാര്യം? നമുക്ക് ഇത്രയും പ്രശ്നം വരുന്ന കാര്യം, മോശ ആ പ്രശ്നത്തിലാണ് ജനിച്ചത്, മോശ ആ പ്രശ്നത്തിലാണ് വളർന്നത്, മോശ പ്രശ്നത്തിൽ കൂടിയാണ് ജീവിച്ചത്. എന്നാൽ ആ 3 ഘട്ടത്തിൽ തൻ്റെ ജീവിത അനുഭവം തൻ്റെ ജീവിതത്തിനകത്ത് ധൈര്യം പകർന്നത് കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ ശബ്ദം ജനത്തിന് കൊടുത്ത് ജനത്തെ വിടുവിപ്പാൻ ദൈവം കണ്ട കാര്യം. ഇന്ന് രാവിലെ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്കുന്നായ ദൈവമക്കൾ ഈ ദൂത് പ്രാപിച്ചു പോകണം. എന്നെ നശിപ്പിക്കാത്ത, എന്നെ ഞാൻ നശിച്ചു പോകാത്ത കാര്യവും ഞാൻ ഉടഞ്ഞു പോകാത്തൊരു കാര്യവും എന്നെ ദൈവം കണ്ടത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കരുതിയാണ്, ബലപ്പെടുത്തുവാൻ തക്കവണ്ണമാണ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ദൈവം വാക്കാകുന്നു, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നുള്ളവൻ ഞാൻ തന്നെ നിങ്ങൾ അടുക്കൽ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അയ്യം വിളിച്ച് പ്രതീക്ഷ അറ്റുപോയ ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രതീക്ഷയുടെ നാമ്പ് കിളിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന,
നിങ്ങളെ വിടുവിപ്പാനുള്ള കർത്താവാണ്. ഈ പ്രാർത്ഥനയിൽ ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മ പറയാം, നമ്മുടെ കർത്താവ് ആരാണ്? നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. എത്ര കർത്താവുണ്ട്? ഒറ്റ കർത്താവേ ഉള്ളൂ. എന്താ കർത്താവിൻ്റെ ഉദ്ദേശം? ആശ്വസിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്? ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. ഉറക്കെ പറഞ്ഞ് നമ്മുടെ കർത്താവ് ആരാകുന്നു? ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് ആരല്ല? ദുഃഖിപ്പിക്കുന്ന കർത്താവല്ല. നമ്മുടെ കർത്താവ് ആരല്ല? കഷ്ടപ്പെടുന്ന കർത്താവല്ല. നമ്മുടെ കർത്താവ് ആരല്ല? കരയിപ്പിക്കുന്ന കർത്താവല്ല. നമ്മുടെ കർത്താവ് ആരല്ല? തകർക്കുന്ന കർത്താവല്ല. നമ്മുടെ കർത്താവ് ആരല്ല? ശൂന്യമാക്കുന്ന കർത്താവല്ല. നമ്മുടെ കർത്താവ് ആരല്ല? ദുഃഖിപ്പിക്കുന്ന കർത്താവല്ല. നമ്മുടെ കർത്താവ് ആശ്വസിപ്പിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് ഉയർത്തുന്ന കർത്താവാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് പറയാം, ഞാൻ ഈ വചനം കേട്ടുകൊണ്ട് ആശ്വാസം പ്രാപിച്ചുകൊണ്ട് പോകുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കളെ മോശയിൽ കൂടെ കർത്താവ് വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം 10 ബാധ കൊടുത്തു. ഈ 10 ബാധയിലും ദൈവത്തിൻ്റെ ഏകത്വം അവിടെ തെളിയിച്ച് കാണുകയാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഞാൻ ദൈവമക്കളൊരു വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരോടും നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി കെഞ്ചേണ്ട ആവശ്യം ഇല്ല. ആശ്വാസത്തിന് വേണ്ടി മറ്റാരുടെ അടുക്കൽ പോകേണ്ട ആവശ്യവും ഇല്ല. നമുക്ക് ആശ്വാസം തരാൻ ആരുണ്ട്? അവിടെ ഞാൻ ഒരിക്കൽ പ്രസംഗിക്കാം. ആ വാക്ക് ഇപ്പോൾ ഞാൻ തൊട്ടാൽ പറ്റാ. ഇക്കാദ് എന്നൊരു എബ്രായ വാക്ക്. ഇക്കാദ് എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം മറ്റൊരുത്തൻ്റെ അടുക്കൽ നിങ്ങൾ പോകേണ്ട, ഞാൻ മാത്രമാണ്. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുരുമ്പിന് പോലും നിങ്ങൾ ആരെടുക്ക പോകണ്ട. പറഞ്ഞേ, ആരെടുക്കൽ പോകണ്ട. ആരെടുത്ത് പോയാൽ മതി? ദൈവത്തിൻ്റെ അടുത്ത്. അതാണ് ഇക്ക എന്ന വാക്കിൻ്റെ അർത്ഥം. നോക്കണം, എന്ത് രസകരമായി. ഞാൻ ആ വാക്ക് ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം തോന്നി. ഞാൻ ആ ഹൃദയത്തിനകത്ത് കുറിച്ച് വെച്ചു. ആ ഇക്ക എന്ന വാക്ക്, നമ്മുടെ കർത്താവ് ഏകനാണ്. കർത്താവ് ഏകനാണെങ്കിൽ നമുക്ക് വേറെ ആരെ അടുക്കൽ പോയിട്ട് കെഞ്ചേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെ അടുക്കൽ പോയി താഴേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ആ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. ഞാനൊരു വാക്കുകൂടി ആ ഭാഗത്തൊന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. 51-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചു തരാമോ? ഞാൻ ആകാശത്തെ ഉറപ്പിച്ചു, ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ഞാൻ ആരാകുന്നു? ഞാൻ ആകാശത്ത് ഉറപ്പിച്ചു. എങ്കിൽ പിന്നെ നമ്മൾ ഉറപ്പിക്കാൻ തക്ക ദൈവത്തിൽ പറ്റില്ലേ? പറ്റുമോ? ഉറക്കെ പറഞ്ഞേ, പറ്റുമോ? ആൻറ്റി പറ. ദൈവം ആകാശത്ത് ഉറപ്പിച്ച ദൈവം. ഞാൻ ആകാശത്ത് ഉറപ്പിച്ച ദൈവമാണ്. എങ്കിൽ നമ്മോട് ചോദിക്കുന്നു, എന്താ പിന്നെ നമ്മുടെ വിഷയത്തെ ഉറപ്പിക്കാൻ ദൈവത്തിന് എന്തോ പറ്റത്തില്ലേ? പറ്റും. സ്തോത്രം. ഈ ഫ്ലൈറ്റ് കയറിയവർക്കറിയാം, അങ്ങ് കയറി പോകുമ്പോൾ ഈ മേഘത്തിൻ്റെ അകത്ത് കയറും. മേഘത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുമായിട്ട് ഒരു ബന്ധം, പാലുപോലത്തെ ആ മേഘത്തിനകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞാൽ മുകളിലോട്ട് പോകാൻ തോന്നും. താഴോട്ട് ഇറങ്ങാൻ ഒരിക്കലും തോന്നത്തില്ല. നമ്മൾ പിന്നെ ഈ ലോകവുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകമായിട്ടൊരു ആ പാല് പോലെ നിൽക്കുന്ന, പഞ്ഞി പോലെ നിൽക്കുന്ന തൂവെള്ള കണ്ടുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തോട്ട് രസിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഓർത്തിട്ടുണ്ട്, ഇതിങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗം എങ്ങനെയായിരിക്കും? സ്വത്രം രക്തത്താൽ ജയം. കാര്യം മനസ്സിലാവുന്ന ദൈവമക്കൾക്ക് ആകാശത്ത് ഉറപ്പിച്ച കർത്താവിന് നമ്മുടെ വിഷയം ഉറപ്പിക്കാൻ പറ്റില്ല. അന്നേ പറ്റി. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥി, കർത്താവേ നോക്കണം, ഞാൻ ആകാശത്ത് ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് എൻ്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന്. അപ്പോൾ ഒന്ന്, ഞാൻ ആകാശത്ത് ഉറപ്പിച്ചു, ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. സിയോനിലെ ജനത്തെ സിയോനിൽ ആശ്വാസം കൊടുക്കുന്ന ജനത്തെ ഞാൻ അടിസ്ഥാനമിട്ടു. ഇതെല്ലാം ഇട്ട എനിക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരാതിരിക്കാൻ പറ്റുമോ? പറ്റും. ഈ വാക്കൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയേ. എത്ര സമയം പോയാലും നമുക്ക് പ്രാർത്ഥനയുടെ സമയം പോകുന്ന അറിയത്തില്ല. നമ്മൾ വേറൊരു മണ്ഡലത്തിലായിരിക്കും. അല്ലെങ്കിൽ സ്വത്രം ഗ്ലോറി ബ്ലഡ് ജയ രക്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും മതി, പ്രാർത്ഥിക്കാൻ വാചകം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇറങ്ങിയിട്ട പോക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഈ വചന വെളിപ്പാടെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന സമയത്ത് എത്ര സമയം ഇരുന്നാലും അതിനകത്ത് രസിച്ചങ്ങൊറ്റ പോക്കുണ്ട്. ആരും ഒന്ന് വിളിച്ചാൽ പോലും, ബോംബ് പൊട്ടിയാൽ പോലും അറിയത്തില്ല. കാര്യം യഹോവയുടെ വചനത്തെ രസിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിനകത്തിരിക്കണം. അങ്ങനെ വെച്ച് വചനം പറഞ്ഞ് ഉരുവിട്ട് പ്രാർത്ഥിച്ചു നോക്കി. വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഷയത്തിനകത്ത് ഭയങ്കര വിടുതലാണ്. ഞാൻ ആ ഭാഗത്ത് നിർത്തട്ടെ. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ഈ വാക്ക് ഏതാ? നിൻ്റെ വായിക്കാത്ത എൻ്റെ വചനം. ഇത് ഏത് വചനം വായിച്ചാ പറ? ഇതേത് വചനമാണ്?
ഈ വചനം ആശ്വാസ വചനമാണ്. നാം വായിച്ച 12-ാമത്തെ വാക്യത്തിൽ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ വചനം ഉള്ളിലാക്കി നിന്റെ വായിലാക്കി എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ പറയുന്ന മൊത്തം ആശ്വാസത്തിൻ്റെ വാക്കാണ്, പ്രത്യാശയുടെ വാക്കാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് പറഞ്ഞു പോകണം? ആശ്വാസത്തിൻ്റെ വാക്ക് പറയണം. അപ്പോഴേക്കും ഒരു പ്രശ്നം വന്നു, അപ്പോഴും പറയേണ്ടത് ആശ്വാസത്തിൻ്റെ വാക്ക്. വീണ്ടും ഒരു പ്രശ്നം, അപ്പോഴും പറയേണ്ടത് ആശ്വാസത്തിൻ്റെ. അപ്പോൾ ഈ ദൂത് കേട്ടിട്ട് പോകുമ്പോഴായിരിക്കും ഒരു ദുഃഖ വാർത്ത വരുന്നത്, അപ്പോഴും പറയണം ആശ്വാസത്തിൻ്റെ വാക്കാണ്. കാര്യം എൻ്റെ വായിക്കകത്ത് എന്ത് തന്നു? വചനം തന്നു. ഏത് വചനമാണ്? ആശ്വാസത്തിൻ്റെ വചനം, പ്രത്യാശയുടെ വചനം. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് പറയാം, കർത്താവേ ആ പ്രത്യാശയുടെ വചനവും ആശ്വാസത്തിൻ്റെ വചനം പ്രാപിച്ചത് പോകുമ്പോൾ ആ വാക്ക് പറയണം. ഈ ആശ്വാസം ആടെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയോ നാം ഈ ലോകത്തിന് മനുഷ്യൻ്റെ ആശ്വാസമല്ല, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ എന്ന വാക്ക്. അപ്പം ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുവെങ്കിൽ ഈ ദൂത് എൻ്റെ നാവിൽ കൂടി നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുകയും നിങ്ങൾ വായിച്ച വചനത്തിനകത്ത് ആ വെളിപ്പാട് കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ ധൈര്യത്തോടെ ഈ ദൂത് വിട്ട് ഈ ആലയം വിട്ട് പോകുമ്പോൾ ഈ ദൂത് പ്രാപിച്ചുകൊണ്ട് നല്ല സന്തോഷം എൻജോയ് ചെയ്ത് പറയാം, കർത്താവേ എനിക്ക് തന്ന ആശ്വാസത്തിനായ സ്തോത്രം. ഏത് പ്രതികൂലത്തെയും ഏത് പ്രശ്നത്തെയും ദൈവം എൻ്റെ വായിൽ തന്ന വചനം കൊണ്ട് അതിജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ നാവിനകത്തേക്ക് ഇന്ന് രാവിലെ വരട്ടെ. ഒരു നിമിഷം കരങ്ങളെ ഒന്നടിച്ച് കർത്താവിൻ്റെ ആ വചനത്തുമ്പാകെ ഒന്ന് ആരാധിച്ച് സ്തോത്രം ചെയ്യാമോ? ആമേ, വചനത്തുമ്പാകെ സ്തോത്രം ചെയ്യാം. സൗഖ്യത്തിൻ്റെ വചനമാണ്, ആശ്വാസത്തിൻ്റെ വചനമാണ്, പ്രത്യാശയുടെ വചനമാണ്, ഉറപ്പിൻ്റെ വചനമാണ്, നടത്തുന്ന വചനമാണ്, നമ്മെ ആത്മാവിൽ ധൈര്യമുള്ള വചനമാണ്. പ്രാർത്ഥിച്ചോ എല്ലാവരും കരമടിച്ച് ഈ വചനൻ്റെ വായിലാക്കി ഈ വചനൻ്റെ ഹൃദയത്തിൽ തന്ന് എൻ്റെ ശബ്ദം ആ വചനമായിട്ട് എൻ്റെ ഹൃദയത്തിൽ വരുന്ന വെളിപ്പാട് ദൈവവചനമായിട്ട് എല്ലാവരും നാവ് തുറന്ന് പ്രാർത്ഥിച്ച് എല്ലാ നാവ് പ്രാർത്ഥിക്കാം. ആശ്വാസന്റെ വാക്കിന് എൻ്റെ വായി തന്നു, ആശ്വാസ ചിന്ത എൻ്റെ ഹൃദയം തന്നു, എന്നെ ആത്മാ ധൈര്യപ്പെടുത്തി. കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, എൻ്റെ ദുഃഖത്തിന് മറുപടിയായി, എൻ്റെ ചോദ്യത്തിന് മറുപടിയായി, ഞാൻ ഞരങ്ങിയ വിഷയത്തിന് മറുപടിയായി ദൈവം എന്നെ ഉയർത്തി. ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ആരാധിക്കുന്ന ഷീനാനിയുടെ മേൽ ആ ദൂത് ഇറങ്ങി വരട്ടെ, ആ വിഷയങ്ങൾ ഇറങ്ങി വരട്ടെ, അത്ഭുതകരമായി പറഞ്ഞിരിക്കട്ടെ. ഒരു ആശ്വാസത്തിന്റെ ഒരു പ്രത്യാശയുടെ ദൈവശബ്ദമായി ദൈവം ഇറങ്ങി വരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആമേ, ജയിസിനോട് ഉണ്ടല്ലോ, ആമേ, കുഞ്ഞിന്റെ മേൽ ആ ദൂത് ഇറങ്ങി വരട്ടെ, കുഞ്ഞച്ചാന്റെ മേൽ ദൂത് ഇറങ്ങി വരട്ടെ, ആമേ, റോമിഷാന്റെ മേൽ ബിൻമേരിയാന്റെ മേൽ ആ ദൂത് ഇറങ്ങി വരട്ടെ. ആമേ, ഹൃദയത്തിൽ ആശ്വാസം കൊടുക്കട്ടെ, പ്രത്യാശ കർത്താവ് കൊടുക്കട്ടെ. ആമേ, അശോചന്റെ മേൽ ലാലിയാന്റെ മേൽ ആ പ്രത്യാശയുടെ വചനം പറയട്ടെ. ആ നാവിനകത്ത് പ്രത്യാശ പറയട്ടെ, ആ നാവിനകത്ത് ആശ്വാസം പറയട്ടെ. ആമേ, ഞങ്ങളുടെ മേൽ, വീടിന്റെ മേൽ, മമ്മിയുടെ മേൽ, അടിയാന്റെ മേൽ, ആമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ വായിന് ഞങ്ങളുടെ വചനം തന്നല്ലോ, അത് ആശ്വാസമായി തന്നല്ലോ, അത് പ്രത്യാശ തന്നല്ലോ, അത് ഉറപ്പായി തന്നല്ലോ. വിദേശങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദുരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ, അവൻ ഞങ്ങളോടൊപ്പം അല്ലാതിരിക്കുന്ന മേൽ ഈ വചനം വേഗത്തിൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ വചനം ഇറങ്ങട്ടെ, അവരുടെ നാവിനകത്തേക്ക് ദൂതിറങ്ങട്ടെ, അവരുടെ നാവിനകത്ത് വെളിപ്പാട് ഇറങ്ങട്ടെ. ഞാൻ തന്നെ ആശ്വസിപ്പിക്കുന്ന വെളിപ്പാട് മറ്റാരും ആശ്വസിപ്പിക്കാനില്ല, മറ്റാരും ആശ്വാസമാകത്തില്ല. എന്നാൽ ദൈവം തന്നെ ആശ്വസിപ്പിക്കുന്നവർ എന്നെ പുതിയ പ്ലാൻ വിട്ടിരിക്കുമ്പോൾ ആ പദ്ധതി എന്നെ നിറവേറണമെങ്കിൽ ആശ്വാസം എന്റെ ഹൃദയത്തിൽ ആമേ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ആ വാഗ്ദത്തം അവകാശമാക്കാൻ പറ്റൂ. അതിന് ആത്മീക ധൈര്യവും ഉറപ്പുള്ള ശരീരം, ബലമുള്ള ശരീരം, ആത്മധൈര്യമുള്ള മേഖലകൾ ഇന്ന് രാവിലെ ഞങ്ങൾ ബലപ്പെടുകയാണ്. ഓ റിമനഗടമം ശബ്ദരാധന വൈഡബത്തുരാധന ശസിരാധനാധന വൈഡാധന ശബ്ദരാധന ഹഡബദനാഥരാധന സസരബ. ആമേ, നായകനവൻ നമുക്ക് മുൻപിലായി നൽവഴികളെ ഒരുക്കിയിടുന്നവൻ നായകൻ.